ഹായ് ഫ്രണ്ട്സ്, IR ടെക്നിക്സിൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് DT100 എന്ന ഒരു സ്മാർട്ട് വാച്ച്. ഞങ്ങൾ തൊട്ട് മുന്നേ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഞാൻ എൻ്റെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കാണാൻ പറ്റുന്നതാണ്. ദെൻ അടിപൊളി സ്മാർട്ട് വാച്ചാണ് ഈ DT100 എന്ന സ്മാർട്ട് വാച്ച്. നല്ല അടിപൊളി സ്മൂത്ത് ടച്ച്, വളരെ സ്മൂത്ത് ടച്ചിൽ വരുന്ന ഒരു അടിപൊളി പക്ക ക്വാളിറ്റിയിൽ വരുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് DT100. ഈ ഒരു സ്മാർട്ട് വാച്ച് മ്യൂസിക്, അതുപോലെ തന്നെ കോൾ കണക്റ്റിങ്, മറ്റു ആപ്ലിക്കേഷനുമായുള്ള കണക്റ്റിംഗ് സെറ്റിങ്സാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഈ വാച്ച് കണക്റ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷന് വെയർ പ്രോ എന്നൊരു ആപ്ലിക്കേഷനാണ്. ആ ഒരു ആപ്ലിക്കേഷന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വെയർ പ്രോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാവുന്നത് കുറഞ്ഞ 24 MB വരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒന്ന് പരിചയപ്പെടുത്താം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ. ആപ്ലിക്കേഷൻ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ആപ്ലിക്കേഷൻ ഒന്ന് ഓപ്പൺ ആക്കുന്നു. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഇൻ്റർഫേസാണ് നമുക്ക് കിട്ടുന്നത്. ഫസ്റ്റ് വെയർ പ്രോ എന്ന ഒരു ഓപ്ഷനും, അതുപോലെ തന്നെ നമുക്ക് അതിൽ ഫൈൻഡ് ഉണ്ടാവും, ബൈൻഡ് ഡിവൈസ് കാണാൻ പറ്റും. അതിൽ വാച്ച് നമുക്ക് കണക്ട് ചെയ്യണം. അതിൽ സ്മാർട്ട് വാച്ച് എന്ന് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു DT100ൻ്റെ നെയിം വരുന്നത് സ്മാർട്ട് വാച്ച് എന്നാണ്. അതുപോലെ തന്നെ DT100 എന്നും കാണിക്കും. കണക്റ്റ് ആവാനായിട്ട് നമ്മൾ വാച്ചിലെ ലൊക്കേഷനും അതുപോലെ തന്നെ ബ്ലൂടൂത്തും നമ്മൾ ഓൺ ആക്കിയിരിക്കണം, എങ്കിൽ മാത്രം വാച്ച് കണക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഈ ഒരു വാച്ചുമായിട്ട് ആപ്ലിക്കേഷൻ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് മുകളിൽ കാണാൻ പറ്റും. കണക്റ്റ് ആയി കഴിഞ്ഞാൽ വാച്ചിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും കണക്റ്റ് ആയി കഴിഞ്ഞാൽ. ദെൻ നമുക്ക് ഈ വാച്ചിൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന ഒരു സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇതിനായിട്ട് മെയിനായിട്ട് ഹെൽത്ത് പരമായുള്ള കാര്യങ്ങൾ, നമുക്ക് സ്റ്റെപ്സ്, ടോട്ടൽ വാച്ച് ഉപയോഗിച്ച് എത്ര നടന്നുള്ള കാര്യങ്ങളും, അതുപോലെ തന്നെ സ്ലീപ്പ്, ഹാർട്ട് റേറ്റ്, ബ്ലഡിൻ്റെ ഓക്സിജൻ്റെ അളവ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ആപ്ലിക്കേഷനിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നമുക്ക് സ്പോർട്സ് പരമായ കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നമുക്ക് അറിയാൻ പറ്റും. ഇത് നമുക്ക് വാച്ചിൻ്റെ ഈ ഒരു സെറ്റിങ്സ്. ഇത് നമ്മളെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസാണ്. നമ്മളെ അക്കൗണ്ട് പരമായ കാര്യങ്ങൾ നമ്മൾ ഗൂഗിളായിട്ട് അക്കൗണ്ട് ആദ്യം കണക്റ്റ് ചെയ്യണം. ഗൂഗിളായിട്ട് കണക്ട് ചെയ്യാൻ നമ്മളെ ഫോണിലുള്ള ഒരു ഇമെയിൽ ID യൂസ് ചെയ്താൽ മതി. നമുക്ക് സെറ്റിങ്സ് ഒന്ന് പരിചയപ്പെടാം. നമുക്ക് ഫസ്റ്റ് ടൈം ഇതിൽ വരുന്ന വാച്ച് ഫേസസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. വാച്ച് ഫേസ് ഈ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകതയാണ്. ഇതിൽ ഏകദേശം 100-ലേറെ ഒരു വാച്ച് ഫേസസ് ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിഫറെൻ്റ് ആയിട്ട് ഒരുപാട് പല രീതിയിൽ പല മോഡലിലുള്ള ഇമോജി രൂപത്തിലുള്ള വാച്ച് ഫേസ്, അതുപോലെ തന്നെ ലൈവ് വാച്ച് ഫേസസ് ഒക്കെ ഈ ഒരു വാച്ചിൽ അവൈലബിൾ ആണ്. ഇതാണ് ഈ ഒരു വാച്ചിൻ്റെ മെയിൻ പ്രത്യേകത. 100-ലേറെ വാച്ച് ഫേസസ് ആണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എല്ലാ വാച്ച് ഫേസും ജസ്റ്റ് ഒന്ന് കാണിക്കാം. നല്ല അടിപൊളി ഡിസൈനിൽ വരുന്ന വാച്ച് ഫേസാണ്. ഈ ഒരു വാച്ച് ഫേസൊക്കെ നമുക്ക് വാച്ചിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു വാച്ച് ഫേസിനൊന്നും പേ ചെയ്യേണ്ട ഒരു ഓപ്ഷനും കൂടെ അല്ല. നമ്മൾ ഈ വെയർ ഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷനിൽ നമുക്ക് ആ വാച്ച് ഫേസൊക്കെ യൂസ് ചെയ്യാനായിട്ട് പേ ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. പിന്നെ അതിനായിട്ട് തന്നെ നമ്മൾ ഓൾഡ് വെർഷനൊക്കെ എടുത്തുകൊണ്ട് യൂസ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് വെയർ ഫിറ്റ് പ്രോ എന്നൊരു ആപ്ലിക്കേഷനിൽ വരുന്നത്. ബട്ട് ഇതിൽ വരുന്ന ഈ ഒരു വാച്ച് ഫേസൊക്കെ ഫുൾ ഫ്രീ വാച്ച് ഫേസാണ്. ഇത്രയും 100-ലേറെ വരുന്ന വാച്ച് ഫേസാണ്. ഞാൻ നെറ്റ് സ്ലോ ആയിട്ടാണ് വരാത്തത്. ഒരുപാട് വാച്ച് ഫേസ് നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു വാച്ച് ഫേസൊക്കെ നല്ല ഭംഗിയുള്ള വാച്ച് ഫേസ് ആണെങ്കിൽ മറ്റൊരു സെറ്റിങ്സ് പരിചയപ്പെടാം. ഫൈൻഡ് വാച്ച്. നമുക്ക് വാച്ച് എവിടെയെന്നുള്ള കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനാണ്. ഫൈൻഡ് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൽ തന്നെ ഒരു വൈബ്രേഷൻ കാണാൻ പറ്റും. അതുപോലെ തന്നെ വാച്ചിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ചിത്രം നമുക്ക് കാണാൻ പറ്റും. ഒരു മോഡൽ വാച്ച് ഫേസ് എവിടെയെന്നുള്ളതിൻ്റെ മെയിൻ പ്രത്യേകതയാണ് ഇത്. ആ സമയത്ത് നമുക്ക് വൈബ്രേഷൻ കാണാവുന്നതാണ് വാച്ചിൽ. ദെൻ ക്യാമറ സെറ്റപ്പാണ്. ക്യാമറയിൽ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഓൺ ആകും. ദെൻ നമുക്ക് വാച്ചിൽ വരുന്ന ക്യാമറൻ്റെ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോട്ടോ എടുക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇപ്പോൾ ആ ഫോട്ടോ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. നമുക്ക് ഗാലറി പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഫോട്ടോ കാണാൻ പറ്റും. വീണ്ടും ഒന്നുകൂടി ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കുന്നു. യുവർ ഫോട്ടോ സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് വാച്ചിൻ്റെ സഹായത്തോടെ നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ദെൻ ഇൻകമിങ് കാള്, അതുപോലെ SMS ഒക്കെ നമുക്ക് ഓപ്പൺ കാണിക്കുന്നുണ്ട്. SMS ഒക്കെ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് നോട്ടിഫിക്കേഷൻസ്, അഥവാ വാച്ചിൽ വരുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുള്ളൂ. നമുക്ക് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ആക്കേണ്ടതുണ്ട്. വെയർ പ്രോ എന്ന ഈ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം, എങ്കിലേ നമുക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഈ ഒരു ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷൻ നമുക്ക് ലഭിക്കുള്ളൂ. അതിനായിട്ട് നമ്മൾ ചോയ്സ് കാണിക്കുന്നുണ്ട് ഏതൊക്കെ ആപ്ലിക്കേഷൻ്റെ ആണ് നമുക്ക് വരുന്നത്. മെയിനായിട്ട് നമ്മൾ
ഇൻസ്റ്റാഗ്രാം കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുമ്പോൾ അതേ നമുക്ക് നോട്ടിഫിക്കേഷൻ കൂടുതൽ വരുള്ളൂ. ഞാനിപ്പം മൊത്തം എല്ലാം അടിച്ചിട്ടുണ്ട്. മറ്റൊന്നാണ് നമ്മളെ ബ്ലൂടൂത്ത് കാളിനായിട്ട് നമുക്ക് ഈ ഒരു വാച്ച് ബ്ലൂടൂത്തുമായിട്ട് കണക്ട് ചെയ്യണം. അതിനായിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സ്മാർട്ട് വാച്ച് എന്ന് വരും. ജസ്റ്റ് അതിലൊന്ന് പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ച് ബ്ലൂടൂത്തുമായി കണക്ട് ചെയ്ത് തന്നെ നമുക്ക് വാച്ചിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് അതുപോലെ തന്നെ കോളൊക്കെ സ്വീകരിക്കാൻ പറ്റും. അതുപോലെ മ്യൂസിക്കും ഈ ഒരു വാച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റും. പിന്നെ മറ്റൊരു ഓപ്ഷൻ ഹാർട്ട് റേറ്റ് മോണിറ്റൈസേഷൻ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ECG, then നമുക്ക് ഫ്രീക്വൻറ്റ് കോണ്ടാക്റ്റ് നമുക്ക് ഇത് വാച്ചിലേക്ക് കോണ്ടാക്റ്റ് ആഡ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നമ്പർ ചെയ്താണ്. അതുപോലെ തന്നെ മോറിൽ നമുക്ക് ഡിസ്റ്റർബും അതുപോലെ അലാറം സെറ്റിങ്സ് അതുപോലെ വെതർ റിമൈൻഡ് അങ്ങനെയുള്ള വാട്ടർ ഡ്രിങ്ക് റിമൈൻഡൊക്കെ ചെയ്യുന്ന ഒരു ഓപ്ഷൻസാണ് ഇതിൽ വരുന്നത്. ഇത്രയും ഫീച്ചേഴ്സാണ് ഈ ഒരു വാച്ചിൻ്റെ മെയിൻ തീമിലായിട്ട് കാണാൻ പറ്റുന്നത്. കസ്റ്റം വാച്ച് ഫേസ് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഈ കളറിലുള്ള ഈ ഒരു തീമിൽ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ നമുക്ക് ആഡ് ഫോട്ടോ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യാമറ എടുക്കാം. അതുപോലെ തന്നെ നേരെ ആൽബത്തേക്ക് കയറി നമ്മളെ ഗാലറിയിൽ നിന്ന് ഫോട്ടോ ചോയ്സ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് സെറ്റ് ചെയ്യുന്നു. ഈ ഒരു ഫോട്ടോ എടുക്കുന്നു. ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നേരെ സൈഡ് ഭാഗത്തുള്ള ഗാലറിയിലെ ഓപ്ഷന് പോകാം. ആ ഒരു ഓപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. എൻ്റെ ഫോണ് സ്ലോ ആയതുകൊണ്ടാണ് ടൈം എടുക്കണേ. നമുക്ക് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ഫോട്ടോ നമ്മൾ ഉദ്ദേശിച്ചതെങ്കിൽ നമ്മൾ ഓക്കെ അടിക്കുക. ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ക്രോപ്പിങ്ങിൻ്റെ ഓപ്ഷൻ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഏതൊരു സൈസിലാണ് നിങ്ങൾക്ക് ആ ഒരു വാച്ചിലേക്ക് എത്ര സൈസിലാണ് നിങ്ങൾക്ക് ആഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അവർ ചോദിക്കുന്നുണ്ട്. അതിനായിട്ട് ജസ്റ്റ് നമുക്ക് ക്രോപ്പ് ചെയ്ത് നോക്കാം. വലുതാക്കണമെങ്കിൽ വലുതാക്കാം, അല്ലെങ്കിൽ ചെറുതാക്കി ഉപയോഗിക്കണമെങ്കിൽ ആ ഒരു ഫോട്ടോ ക്ലാരിറ്റി ചെറുതാണ് ഉദ്ദേശിച്ചതെങ്കിൽ നമുക്ക് ചെറുതാക്കി വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ക്രോപ്പ് ചെയ്ത് വെക്കുന്നു ഈ ഒരു ഫോട്ടോ. ദെൻ നമുക്ക് സേവ് എന്ന് കാണിക്കാം. സേവ് എന്ന് കാണിക്കുമ്പോൾ തന്നെ സ്റ്റാർട്ട് അപ്ഗ്രേഡ് എന്ന് കൊടുക്കുമ്പോൾ അവ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാവും. അപ്ലോഡിങ്ങിൻ്റെ ടൈം എടുക്കുന്നുണ്ട്. അപ്ലോഡിങ്ങിന് കുറഞ്ഞ ടൈം എടുക്കുന്നുണ്ട് എങ്കിലും നമുക്ക് നല്ലൊരു പെർഫോമൻസാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് കിട്ടുന്നത്. ജസ്റ്റ് അപ്ലോഡിങ്ങിൻ്റെ ടൈമാണ്. ഞാൻ ജസ്റ്റ് വീഡിയോ ഫാസ്റ്റ് കൂട്ടുന്നു ടൈം എടുക്കുന്നത് കൊണ്ട്. അപ്ലോഡിങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാച്ചിൽ ഇതുപോലെ കാണാൻ പറ്റും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ആ അപ്ലോഡ് എത്ര ആയി എന്നുള്ള രീതിയിലുള്ള ഒരു മോഡലാണ് നമുക്ക് ഈ ഒരു വാച്ചിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഏകദേശം കുറഞ്ഞ ഒരു 20 സെക്കൻഡ് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാച്ച് ഫേസ് നമുക്ക് വാച്ചിലേക്ക് ആഡ് ആവുന്നത് കാണാം. ഈ ഒരു വാച്ചിലേക്ക് ആ ഒരു വാച്ച് ഫേസ് ആഡ് ആയിട്ട് നമ്മൾ വെച്ച ചിത്രം നല്ല അടിപൊളി ക്ലാരിറ്റി ഉള്ള ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു DT100 എന്ന ഈ ഒരു സ്മാർട്ട് വാച്ചിന് വരുന്നത്. എൻ്റെ ഫോട്ടോ കുറച്ച് ക്ലാരിറ്റി കുറഞ്ഞതുകൊണ്ടാണ് ഇത്രയും ക്ലാരിറ്റി. അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റി ഉള്ള ക്യാമറ എടുത്ത ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് നല്ല ഭംഗി നൽകുന്ന ഒരു മോഡലാണ്. അതുപോലെ തന്നെ വാട്സപ്പിൻ്റെ നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ നമുക്ക് വാട്സപ്പിൽ വരുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് നമുക്ക് ഒരു വൈബ്രേഷനും കൂടെ അവൈലബിൾ ആണ്. വൈബ്രേഷൻ നൽകുന്നുണ്ട് ഈ ഒരു വാച്ച് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത്. അഥവാ നോട്ടിഫിക്കേഷൻ വരുമ്പം നമുക്ക് കയ്യിൽ അറിയാൻ പറ്റും ഫോണിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് വാച്ചിൻ്റെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻസ് ഒന്ന് പരിചയപ്പെടാം. അതിനായിട്ട് ഞാൻ ബ്ലൂടൂത്ത് കാൾ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിൽ നമുക്ക് ബ്ലൂടൂത്തിലേക്കാണ് നേരെ കയറുന്നത്, ഫോണിലുള്ള ബ്ലൂടൂത്തിലേക്ക്. അതിനായിട്ട് നമുക്ക് സ്കാൻ ചെയ്യാം. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാച്ചിൻ്റെ ഡിവൈസ് വരുന്നതാണ് വാച്ച് ഓഡിയോ 2F48. ഇത് വാച്ചിൻ്റെ നെയിമാണ്. ജസ്റ്റ് അതിലൊന്ന് പെയർ ചെയ്യാം. പെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കണക്റ്റഡ് ആണ്. അതുപോലെ തന്നെ വാച്ചിലും നമുക്ക് കാണാൻ പറ്റും. കണക്റ്റായി കഴിഞ്ഞാൽ നമുക്കൊരു പച്ച നിറത്തിലും അതുപോലെ തന്നെ നീല നിറത്തിലും അത് കണക്റ്റായി എന്നുള്ള രൂപത്തിൽ നമുക്ക് വാച്ചിൽ നമുക്ക് അറിയാൻ പറ്റും. ഇthen നമുക്ക് വാച്ചിലേക്ക് വരുന്ന കോഡും അതുപോലെ തന്നെ മ്യൂസിക്കും നമുക്ക് വാച്ചിൽ കേൾക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഞാൻ ജസ്റ്റ് മ്യൂസിക് കേൾപ്പിച്ച് കാണിക്കാം. ഞാൻ എൻ്റെ ഫോണിലെ മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഒന്ന് ഓൺ ആക്കുന്നു. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും നല്ലൊരു ശബ്ദം തന്നെയാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് ലഭിക്കുന്നത്. നിങ്ങൾ കേൾക്കുന്നത് വാച്ചിലെ ശബ്ദമാണ്.
നല്ലൊരു ശബ്ദം തന്നെയാണ് ഈ ഒരു വാച്ചിൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ വാച്ചിന് പരപരപ്പൊന്നും കാണുന്നില്ല, നല്ല ക്ലിയർ ആയിട്ടുള്ള ശബ്ദം തന്നെയാണ് ഈ ഒരു വാച്ചിൽ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ തന്നെ നമുക്ക് മ്യൂസിക് പൗസ് ചെയ്യാനും നെക്സ്റ്റ് ചെയ്ത് അടുത്ത മ്യൂസിക് ഉപയോഗിക്കാനൊക്കെ പറ്റുന്ന ഒരു മോഡലാണ്. ഇനി നമുക്ക് വാച്ചിൻ്റെ കോൾ ഓപ്ഷൻ ഒന്ന് പരിചയപ്പെടാം. എങ്ങനെയാണ് ഇതിൽ കോൾ ചെയ്യേണ്ടതെന്നും കോളിങ്ങിൻ്റെ ഓപ്ഷൻ. ഞാൻ ജസ്റ്റ് ഫോണായിട്ട് ഓൾറെഡി നമ്മൾ കണക്റ്റഡ് ആണ് നമ്മുടെ വാച്ച്. ഇതിൽ നമുക്ക് നമ്പർ ഒന്ന് ചെയ്യാം. നമുക്ക് ഏത് നമ്പർക്കാണ് വിളിക്കേണ്ട ആ നമ്പറൊന്ന് ജസ്റ്റ് എൻ്റെ നമ്പർ, ഞാനിപ്പം ക്യാമറ ഷൂട്ട് ചെയ്യുന്ന ഈ ഒരു ഫോണിൻ്റെ നമ്പറാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് കോൾ ചെയ്യുന്നു. കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഫോണിൽ നിന്ന് തന്നെ നമുക്ക് കോള് പോകുന്നതാണ്. ഇത് എൻ്റെ പേര് ഇസു എന്ന ഈ ഒരു പേരിലേക്ക് നമുക്ക് കോൾ പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾ കേട്ടത് എൻ്റെ ഫോണിൽ ബെല്ലടിച്ച ശബ്ദമാണ്. അതുപോലെ തന്നെ വാച്ചിൽ തന്നെ റിങ് ചെയ്യുന്ന ശബ്ദം കേൾക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് കട്ടാക്കുന്നു. അതുപോലെ തന്നെ ആ ഒരു കോൾ തന്നെ കണ്ടിന്യൂ ചെയ്ത് നമുക്ക് ഫോണിൽ എടുത്തു കഴിഞ്ഞാൽ വാച്ചിൽ വെച്ച് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. വാച്ചിൽ മൈക്രോഫോൺ അവൈലബിൾ ആയതുകൊണ്ട് വാച്ചിൽ വെച്ച് തന്നെ നമുക്ക് സംസാരിക്കാം. ഇതുപോലെ തന്നെ നമുക്ക് വാച്ചിലേക്ക് കോൾ വന്നാൽ നമുക്ക് വാച്ചിലേക്ക് ഫോൺ റിങ് ചെയ്യുന്നത് കാണാൻ പറ്റും. then നമുക്ക് വാച്ചിൽ നിന്ന് അറ്റൻഡ് ചെയ്ത് കോള് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കോൾ വരുന്ന സമയത്ത് നമ്മൾ സൈഡ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് കോളിങ് കട്ടാവുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഗൈസ്, ഈ ഒരു വീഡിയോ ഞാനിവിടെ നിർത്തി. ഈ വീഡിയോയുടെ ഫുൾ കണക്റ്റിംഗ് സെറ്റിങ്സ് ഞാൻ ഈ വീഡിയോ പരിചയപ്പെടുത്തി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.